ലളിതമായ ഒരു ചിഹ്നത്തിലൂടെ ലോകമെമ്പാടും പരിചിതമായൊരു ബ്രാൻഡാണ് നൈക്കി. സ്പോർട്സ് ഷൂസ് നിർമ്മാണ വിതരണ മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനക്കാരനായ നൈക്കി സ്പോർട്സ് അനുബന്ധ ഉപകരണ നിർമ്മാണത്തിലും മുൻനിരയിലാണ്. നൈക്കിയുടെ സഹസ്ഥാപകരിൽ ഒരാളായ ഫിൽ നൈറ്റിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളാണ് ഒരു ലോകോത്തര ബ്രാൻഡ് സൃഷ്ടിക്കാൻ കാരണമായത്. ഒറിഗോൺ സർവകലാശാലയിൽ നിന്നും ബിരുദമെടുത്തതിനു ശേഷം സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദത്തിനു പഠിക്കുന്ന കാലത്താണ് ജപ്പാൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് ഫിൽ നൈറ്റ് മനസ്സിലാക്കുന്നത്. പഠനകാലത്ത് ഒരു മികച്ച അത്ലറ്റ് ആയിരുന്ന ഫിൽ സ്പോർട്സ് ഷൂസ് ബിസിനസ് ചെയ്യാൻ താൽപ്പര്യപ്പെട്ടു. ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നം തേടി ജപ്പാനിലേക്ക് തിരിച്ചു. ജപ്പാനിലെ പ്രശസ്ത ഷൂ നിർമ്മാണ കമ്പനിയായ ഒനിറ്റ്സുക ടൈഗറിൽ തന്നെ പരിചയപ്പെടുത്തിയത് അമേരിക്കയിലെ പ്രശസ്തമായ സ്പോർട്സ് ഉപകരണ വിതരണ കമ്പനിയായ ബ്ലൂ റിബൺ സ്പോർട്സ് പ്രതിനിധിയായാണ്. എന്നാൽ അങ്ങനെ ഒരു കമ്പനി ഫിൽ നൈറ്റിന്റെ ഭാവനയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫിൽ തന്റെ വാക്ചാതുര്യത്തിലൂടെ ജപ്പാൻ കമ്പനിയുമായി ഒരു കരാർ തരപ്പെടുത്തി. തന്റെ അത്ലറ്റിക് കോച്ചായിരുന്ന ബിൽ ബോവർമാനെ ജപ്പാൻ കമ്പനിയുടെ ഷൂസ് പരിചയപ്പെടുത്തി. ബോവർമാന് ഉൽപ്പന്നം ഇഷ്ടപ്പെടുകയും ഫിൽ നൈറ്റിനൊപ്പം ബിസിനസ്സിൽ പങ്കാളിയാവുകയും ചെയ്തു. 1964 ജപ്പാനിൽ നിന്നെത്തിച്ച 1300 ജോഡി ഷൂസ് ബ്ലൂ റിബൺ സ്പോർട്സ് കമ്പനിയുടെ പേരിൽ വിറ്റഴിച്ചു. ജപ്പാനിൽ നിന്നും എത്തിച്ച ഷൂസുകൾ നൈറ്റിന്റെ കാറിന്റെ ഡിക്കിയിൽ നിറച്ച് ഉപഭോക്താക്കളുടെ അടുത്തെത്തിച്ചായിരുന്നു കച്ചവടം. 2 വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയയിലെ സാന്താ മോണിക്കയിൽ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചു. കൂടുതൽ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനായി ജോഗിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം 1966 ഫിൽ നൈറ്റ് പുറത്തിറക്കി. ഈ ഗ്രന്ഥത്തിന്റെ ദശലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞതോടെ ഷൂസിന് ആവശ്യക്കാരേറി. മുൻനിര ബ്രാൻഡുകളുമായുള്ള കടുത്ത മത്സരങ്ങൾക്കിടെ സാമ്പത്തിക പ്രതിസന്ധിയും നേരിട്ടു. പണം സ്വരൂപിക്കാനായി അക്കൗണ്ടന്റായും അധ്യാപകനുമായൊക്കെ പണിയെടുത്ത ഫിൽ നൈറ്റിന്റെ മനോവീര്യം കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ചു. 1971 ജപ്പാൻ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കേണ്ടി വന്നതോടെയാണ് സ്വന്തം ബ്രാൻഡായ നൈക്കി തുടങ്ങിയത്. വിജയത്തിന്റെ ഗ്രീക്ക് ദേവതയായ നൈക്കിയുടെ പേര് നിർദ്ദേശിച്ചത് ജീവനക്കാരനായിരുന്ന ജെഫ് ജോൺസൺ. തന്റെ വിദ്യാർത്ഥിനിയായിരുന്ന കാരലിൻ ഡേവിഡ്സനെ കൊണ്ട് രൂപകൽപ്പന ചെയ്യിച്ച നൈക്കിയുടെ ലോഗോ ഏറെ ശ്രദ്ധേയമായി. 1984 ബാസ്കറ്റ്ബോൾ താരം മൈക്കൽ ജോർഡനുമായി ഉണ്ടാക്കിയ കരാർ കമ്പനിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. കരാറിൽ ഏർപ്പെടുമ്പോൾ ജോർഡൻ സുപ്രധാനമായൊരു കളിയിൽ പോലും പങ്കെടുത്ത് തുടങ്ങിയിരുന്നില്ല. കാലാനുസൃതമായ പരിഷ്കരണങ്ങളിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത് വഴി ഒന്നാം നിരയിലേക്ക് ഉയരാൻ നൈക്കിന് കഴിഞ്ഞു. ഷൂ ഡോഗ് എന്ന പേരിൽ 2016 പുറത്തിറക്കിയ ആത്മകഥയിലൂടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച ഒരു ലോകോത്തര ബ്രാൻഡ് പടുത്തുയർത്തിയ കഥ ഫിൽ വിവരിക്കുന്നു. മറ്റുള്ളവർക്ക് ഭ്രാന്തമെന്ന് തോന്നാവുന്ന തീരുമാനങ്ങളാണ് ഞാൻ എടുത്തത്. എന്നാൽ എനിക്ക് എൻ്റെ സ്വപ്നത്തിലും എന്നിലും വിശ്വാസമുണ്ടായിരുന്നു, ഫിൽ നൈറ്റ് പറയുന്നു.